ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എത്തിയുള്ളൂ വൈകുന്നേരം. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇനിയിപ്പോൾ ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയത് പറഞ്ഞാൽ നമ്മുടെ കിച്ചടിയാണ് കയ്യിലുള്ളത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കുറച്ച് മടിയൊക്കെ ഉള്ളൊരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഇത് എളുപ്പത്തിൽ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മുന്നേ ഞാൻ റവ ഉപ്മാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടി കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യ് കുറച്ചിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി ചൂടായി വന്നപ്പം അതിലേക്ക് ഒരു 3 വലിയ ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് ചേർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊന്ന് അരച്ചെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. പിന്നെ ആ ഉള്ളി നന്നായി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇടുക. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ വഴറ്റിയെടുത്തതിലേക്ക് നേരത്തെ പറഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ വേറെ നമുക്ക് മുളക് പൊടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായി അരച്ചെടുത്ത ആ പേസ്റ്റും കൂടിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് എൻ്റെ ഒരു പച്ചമണം പോകുന്നവരേക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്ത ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഈ തക്കാളി ചെറുതായിട്ട് അരിയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും. അല്ല കുറച്ച് വലുപ്പത്തിലാണെന്ന് വെച്ചാൽ ഒരു അര മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് താഴ്ത്തി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വെന്ത് നമുക്ക് സ്മാഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് ഒരു അര മിനിറ്റ് ഇതേപോലെ തന്നെ ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട്. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കിച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും റവയും സേമിയയും കൂടിയാണ് കിച്ചടി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. പണ്ടൊക്കെ കല്യാണ വീട്ടിലൊക്കെ എപ്പോഴും മിക്കവാറും രാവിലെ ഉള്ളൊരു ഭക്ഷണമായിരിക്കും ഇതുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ വെജിറ്റബിൾസ് നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബീൻസോ ക്യാരറ്റോ പട്ടാണിയൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഈ നന്നായി വഴറ്റിയെടുത്ത സമയത്താണ് അത് സെപ്പറേറ്റ് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ച് വെക്കുക. അത് ഈ സമയത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയാണ് കൊട്ടി കൊടുക്കണം കേട്ടോ. സേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു കുറച്ച് ഞാൻ വറുത്തത് അധികമായിട്ടുണ്ട്. വറുത്ത സേമിയ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ഒന്ന് വറുത്തപ്പം ചെറുതായിട്ടൊന്ന് കുറച്ചധികം ബ്രൗൺ ആയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ആ സേമിയ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഏതാണെന്നുള്ളത്. നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഇങ്ങനെ ഒരു പാക്കറ്റ് സേമിയ തന്നെ. അതിൽ റോസ്റ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് വെള്ള നിറത്തിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കണം മുന്നേ നമുക്ക് ലേശം എണ്ണയോ നെയ്യോ ഒഴിച്ചൊന്ന് വറുത്തെടുക്കാം, അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും ഒന്ന് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പാക്കറ്റ്, അതായത് 140 ഗ്രാമാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാക്കറ്റ് സേമിയ മുഴുവൻ വറുത്താണ് ഞാൻ അതിലേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ ആ സേമിയ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചെറുതീയിൽ, നല്ല തിളച്ച വെള്ളമല്ലേ, അപ്പോൾ അത് ചെറുതീയിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ സേമിയ വെന്ത് വരുന്ന ആ ഒരു പാകം നമുക്ക് അറിയാൻ പറ്റുമല്ലോ, കാരണം അത് വെന്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചീർത്ത് വരും അല്ലേ. അപ്പോൾ ആ ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇപ്പോൾ ഏകദേശം സേമിയൊക്കെ ഇത് കുറച്ച് ഡാർക്കായി വറുത്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നിറം ഉണ്ടോ ഇങ്ങനെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് റവ വറുത്ത് വെച്ചതാണ് ആയിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന്, അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് താഴ്ത്തി സിമ്മിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് തിളച്ച് പെട്ടെന്നൊക്കെ അതിങ്ങനെ തുള്ളികൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് താഴ്ത്തി വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള റവയും കൂടി ഒന്നിച്ച് കൊട്ടരുത്, അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഉലർത്തിയെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ 1-2 മിനിറ്റ് ഒന്ന് ആവിയിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് കറക്റ്റായിരിക്കും കേട്ടോ. ലാസ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത്തിരി കസൂരി മെത്തി ഉണ്ടായിരുന്നു, അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്, ഇത്രയും എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അടച്ചു വെക്കും കേട്ടോ. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ അത് ആവിയിലൊന്ന് വെന്ത് കിട്ടാനും മുലർന്ന് കിട്ടാനും നല്ലൊരു മണവും സ്വാദും ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ കാഷ്യൂ ഒക്കെ വേണ്ട ഒരു കയ്യിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, കശുവണ്ടിയോ നിലക്കടലയോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ റവ ഉപ്മാവ് ഉണ്ടാക്കണേക്കാട്ടിലും ഒരു ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങളൊക്കെ ഉണ്ടാക്കാറ് വെച്ചാൽ, ഞാനിപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അതും കൂടി ചേർത്താൽ അതും കൂടി കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാക്കാറുള്ള വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് താഴെ അറിയിക്കുക എങ്ങനെയാണെന്നുള്ളതും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയുക കേട്ടോ. മറക്കാതെ തന്നെ അടച്ചു വെക്കണേ. അപ്പോൾ അങ്ങനെ രാവിലത്തെ എളുപ്പപ്പണി കഴിഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ ഇത്ര ദിവസം അടച്ചിട്ട വീടാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴേക്കും തലേദിവസം തന്നെ എല്ലാം തിരുമ്പി, കുറേ തുണികൾ തിരുമ്പിയിട്ടുള്ള പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെയൊക്കെ തേങ്ങയൊക്കെ, നമ്മുടെ തെങ്ങൊക്കെ അപ്പുറത്തെ തൊടിയിലേക്കാണ് ചാഞ്ഞ് വെക്കുക. അവിടെ പിന്നെ ആളോ താമസമൊന്നും ഇല്ല, അതുകൊണ്ട് കുറച്ച് തേങ്ങയൊക്കെ തന്നെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിറയെ ചവിറ്റില അല്ലെങ്കിൽ ചപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീട്ടിൽ ഇങ്ങനത്തെ ചെടികളൊന്നും ഇല്ലെങ്കിലും നമുക്കതൊക്കെ അപ്പുറവും ഇപ്പുറത്തും ധാരാളം കിട്ടും. പിന്നെ ഇതായിരുന്നു എൻ്റെ പച്ചമുളക് ചെടിയൊക്കെ ഒരു വഴിക്കായിട്ടുണ്ട്. നമുക്കൊരു അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു ചെടിയായിരുന്നു. അതിൽ പച്ചമുളകും ഉണ്ട്, പിന്നെ കുറേയൊക്കെ പഴുത്ത് പഴുത്ത് പോയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് ചെടി ആകെ ഒന്ന് ഉണങ്ങി ശോഷിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങൾ. കാരണം 4 പുറം ഞാൻ പറഞ്ഞില്ലേ നല്ലോണം മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചവിറ്റിലാണ് ഇതുള്ളത്. ഇതൊക്കെ ഇനി അടിച്ച് കൂട്ടി കത്തിച്ച് തീ കത്തിച്ച് വെക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കത് കൂടി നിന്ന് കഴിഞ്ഞാൽ വല്ല പാമ്പൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആ ഭാഗത്തൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇനി അതൊക്കെയാണ് അടുത്ത പരിപാടി. 4 പുറമൊന്ന് ക്ലീൻ ചെയ്യണം, അതാണ് മെയിനായിട്ടുള്ള പണി. നമ്മൾ കുറച്ച് ദിവസം ഇല്ലെങ്കിലുള്ള ഒരു അംഗമാണ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉള്ളത്. പിന്നെ അതുമല്ല, അടച്ചിട്ട വീടാണെങ്കിൽ പോലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അടിച്ച് വാരി തുടച്ചിരുന്ന് എല്ലാ പണിയും കഴിഞ്ഞാലും ഒരു സമാധാനമാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബാക്കി ക്ലീനിങ് പണികളെന്ന് പറയുന്നത്. പിന്നെന്ന് ഉച്ചയ്ക്ക് മീനും എന്തായാലും സൺഡേ ആയതുകൊണ്ട് മീൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പണിയും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് എത്തിയപ്പോൾ ഇവിടെയൊക്കെ തൊടികളായതുകൊണ്ട് നിറച്ച് തേക്കിൻ്റെ ഇല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അധികം വീഴുക. അപ്പോൾ റോഡിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതുമൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി കത്തിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ക്ലീനിങ് പരിപാടികളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഓരോ കാര്യം നമ്മൾ അടച്ചിട്ടതായതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്ന് ചെയ്തെല്ലാം ക്ലീൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സമാധാനമുള്ളൂ. അപ്പോഴേക്ക് വേണം കുറച്ച് മീൻ വാങ്ങിച്ച കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് മത്തിയും പിന്നെ ആനച്ചവിട്ടി എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു മീൻ ഉണ്ടായിരിക്കുക. അതിനെ നടു കീറിയിട്ട് തന്നിരിക്കുകയാണ് നമുക്ക്. അവർ കുറച്ച് ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് തരും മത്തിയാണെങ്കിലും. പക്ഷേ എന്നാലും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ കൂട്ടാനും കുറച്ച് വെക്കുന്നുണ്ട്, കുറച്ച് വറക്കാനും കൂടിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങയും ഒരു 4 അല്ലെങ്കിൽ 5 ചെറിയ ഉള്ളിയും കൂടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പം അരമുറി തേങ്ങയാണ് ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ച് എടുക്കണം നന്നായിട്ട്. അതിന് ശേഷം നമ്മുടെ മീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലേക്ക് നമുക്ക് താളിക്കൽ പരിപാടിയൊക്കെ ഫസ്റ്റിലേ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് മെല്ലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉലുവ, ഒരു ലേശം ഉലുവ കേട്ടോ, അധികമൊന്നും വേണമെന്നില്ല, കുറച്ച് ഉലുവയും കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അതിന് ശേഷം മൺചട്ടി ആയതുകൊണ്ട് നമുക്കതൊന്ന് ചൂടായി വരാൻ സമയമെടുക്കും. പക്ഷേ ആയിക്കഴിഞ്ഞാൽ തിളച്ച് കുറച്ച് നേരം നിൽക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഇപ്പം ഒരു 6-7 ചെറിയ ഉള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞതുമാണ്. അങ്ങനെ 3 എണ്ണം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ തന്നെ നമ്മുടെ ചുവന്ന ഉള്ളിയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ പച്ചമുളക് കേട്ടോ. അപ്പോൾ അതൊക്കെ എരിവിനനുസരിച്ച് ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങയുടെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ അതായത് നമുക്ക് പലതരത്തിൽ മീൻ കറി വെക്കാം. ഇത് കുറച്ച് എളുപ്പപ്പണിയാണെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തേങ്ങ ചിരകിയതും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വേഗം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ തേങ്ങ അരപ്പും പാകത്തിന് വെള്ളവും ഒക്കെ ചേർത്ത് നമുക്ക് എത്രയാണോ ആ ഒരു കറിക്ക് അയവ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട്
വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിക്ക് നല്ലോണം കട്ടിക്ക് വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ വെക്കുക. അതല്ല നമുക്ക് കുറച്ചൊന്ന് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. കാരണം ഉച്ചയ്ക്കൊക്കെ കറി വയ്ക്കുമ്പോൾ എന്തായാലും രാത്രിക്കും കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പുളി വാളംപുളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കുടംപുളിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ അടച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി ഇത് ഏകദേശം കണ്ടില്ലേ, നമ്മൾ ഒഴിച്ച മസാലക്കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ വലിയ മീൻ, കഷ്ണം മീനായാലും കുഴപ്പമില്ല, ചെറുമീനായാലും മീൻകറി ഇങ്ങനെ ഏത് മീനായാലും ഇതിന് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു മോഡലിൽ വെക്കാൻ പറ്റും. അപ്പം ഞാൻ വാങ്ങിക്കൊണ്ടുവന്നേലത്തെ മത്തി കുറച്ച് എടുത്തിട്ട് കൂട്ടാനും വെച്ചു, കുറച്ച് വറുക്കാനും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മാത്രം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് കുറച്ചൊരു ഫ്ലെയിമും കുറച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഇട്ടതിന് ശേഷമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എരിവൊക്കെ വേണ്ടവർ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ മുളക് പൊടി ഇവിടെ വറുത്ത് ചേർക്കണമെന്നല്ലല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മുളക് പൊടി ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലേശം വെള്ളം ചാലിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനി നമ്മൾ വല്ലാണ്ട് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്, അത് വെന്തുടയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ നന്നായി തിളച്ച് വന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. അപ്പോൾ ഈ സമയത്ത് സ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പകരം നമ്മൾ കൈക്കല ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താലും മതിയാവും. അപ്പോൾ അടച്ച് വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വേറെ വറുത്തിടലൊന്നും ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ് നമ്മുടെ പണി കുറച്ച് മീൻ വറുത്തെടുക്കലും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ആയിരിക്കണത്. ചോറ് പിന്നെ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആനച്ചവിട്ടിയുടെ വലിയ കഷ്ണങ്ങൾ തന്നെ ഇട്ടിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ 2-3 വലിയ പീസുകളൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പീസുകളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണയിൽ നന്നായി പൊരിച്ചെടുക്കാം. പിന്നെ ഒരുപാട് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാറില്ല. 2 സൈഡും നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കുന്നതിന് വേണ്ട മാത്രമേ തന്നെ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളും കൂടിയുണ്ട്. ആ ഒരു കഷ്ണം കൂടി ഒരൊറ്റ ട്രിപ്പ് തന്നെ അങ്ങോട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനുകളൊക്കെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മത്തി വറുക്കണമൊക്കെ ഞാൻ കാണിച്ചതല്ലേ. അപ്പോൾ ഇനി വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതും കൂടി ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചവരെയുള്ള പണികൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ഫാമിലിയിലേക്കൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അല്ലാണ്ട് നമുക്ക് നിർബന്ധിച്ച് പറയാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ വെക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ റെസിപ്പീസ് ഇതിലൂടെ കാണിക്കണമെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഓരോ പുതിയ അറിവാണല്ലോ. ചിലപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിലത് ഒഴിവാക്കിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ 2 സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വർത്തമാനത്തിനിടയിൽ അത് കഴിഞ്ഞു പോയി. അപ്പോൾ 2 സൈഡൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഇതാണ് ഉച്ചവരെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി കുറച്ച് അടിക്കലും തുടയ്ക്കലും പണികളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും മറക്കാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.